ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇക്വിറ്റി ഫിനാൻസിങ്ങിനെ പറ്റിയായിരുന്നു. ഇക്വിറ്റി ഫിനാൻസിങ്, അതിൽ തന്നെ 2 തരം ക്യാപിറ്റൽ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഒന്ന് കോമൺ സ്റ്റോക്ക് ആയിരുന്നു, കോമൺ സ്റ്റോക്ക്. രണ്ടാമതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് പ്രിഫറൻസ് സ്റ്റോക്ക്. പ്രിഫേർഡ് സ്റ്റോക്ക് എന്നും പറയും. നമ്മുടെ നാട്ടിലെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഇതിന് ആദ്യം തന്നെ പറയുന്നു, വീണ്ടും നമ്മൾ മുകളിൽ ഡിസ്കസ് ചെയ്തിരുന്ന കാര്യമാണ് ഹൈബ്രിഡ് സെക്യൂരിറ്റി ആണെന്ന്. അതായത് ഹൈബ്രിഡ് ക്ലാസ്സിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇതൊരു ക്ലാസ് റൂമാണ്. ഇവിടെ ഓഫ്ലൈൻ സ്റ്റുഡൻസ് ഇരുന്ന് പഠിക്കുക, ഇവിടെ തന്നെ എന്തുകൂടി വെക്കും, ഒരു ക്യാമറ വെക്കും. എന്നിട്ട് അതുവഴി അതേ സമയം ആർക്കും ക്ലാസ് കൊടുക്കും? ഓൺലൈൻ സ്റ്റുഡൻസിനും ക്ലാസ് കൊടുക്കും. ഓഫ്ലൈൻ സ്റ്റുഡൻസിനെ ഇരുത്തി പഠിപ്പിക്കുകയാണ്, അതേ ക്ലാസ്സിൽ ഒരു ക്യാമറ കൂടി പ്ലേസ് ചെയ്ത് ഓൺലൈൻ സ്റ്റുഡൻസിനും അതേ ക്ലാസ് ലൈവായിട്ട് കൊടുക്കുന്നു. ഇതിനെ മൊത്തത്തിൽ പറയുന്നതാണ് ഹൈബ്രിഡ് ക്ലാസ്സസ് എന്ന് പറയുക. ഇതേ കാര്യമാണ് എന്തിൽ വരിക? ഇതേ കാര്യമാണ് ഹൈബ്രിഡ് സെക്യൂരിറ്റി ആയ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും വരിക. ഡെപ്റ്റിൻ്റെ കുറച്ച് സ്വഭാവങ്ങളും ഇതിൽ വരും. ഇക്വിറ്റിയുടെ അതായത് കോമൺ സ്റ്റോക്കിൻ്റെയും കുറച്ച് സ്വഭാവം ഇതിൽ വരും. രണ്ടിൻ്റെയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ പറയുന്ന പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അഥവാ പ്രിഫേർഡ് സ്റ്റോക്ക് എന്നുള്ളത്. ഓക്കെ അല്ലേ? ഇതാണ് ആദ്യം പറഞ്ഞേക്കുന്ന കാര്യം. ഹൈബ്രിഡ് സെക്യൂരിറ്റി ആണ്. ഇതിന് എന്ത് വരുന്നുണ്ടെന്നാണ് പറഞ്ഞേ? ഇതിന് ബോത്ത് ബോൺസിൻ്റെയും വരുന്നുണ്ട്, ഇക്വിറ്റിയുടെയും വരുന്നുണ്ട്. ബോണ്ടിൻ്റെ സ്വഭാവങ്ങളും അതിന് വരുന്നുണ്ട്, ഇക്വിറ്റിയുടെ സ്വഭാവങ്ങളും അതിന് വരുന്നുണ്ട്. പിന്നെ പറയുന്നു മോർ എക്സ്പെൻസീവ് ദാൻ ബോൺസ്, അതായത് ഹയർ റിസ്ക് ദാൻ ഡെപ്റ്റ് ആണ്. കാര്യം മറ്റൊന്നുമല്ല, ഇവർക്ക് രണ്ടിൻ്റെയും സ്വഭാവം വരുന്നുണ്ട്. കൃത്യം ഇൻ ബിറ്റ്വീൻ നിൽക്കും. റിസ്കിൻ്റെ കാര്യം നോക്കുമ്പോൾ ഡെപ്റ്റാണ് ഏറ്റവും റിസ്ക് കുറവ്. ഏറ്റവും റിസ്ക് കൂടുതൽ കോമൺ സ്റ്റോക്കാണ് ഏറ്റവും റിസ്ക് കൂടുതൽ. റിസ്കിൻ്റെ ബേസിൽ അളന്ന് പോയാൽ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ നിൽക്കുന്ന ഒരു സാധനമാണ് പ്രിഫേർഡ് സ്റ്റോക്ക് എന്നുള്ളത്. ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ നിൽക്കുന്നതാണ്. സോ റിസ്കിൻ്റെ ബേസിൽ നോക്കിയാൽ കോമൺ സ്റ്റോക്കിൻ്റെ അത്ര റിസ്ക് ഇല്ല, എന്നാലും ഡെപ്റ്റിനേക്കാളും റിസ്ക് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ബോണ്ടിനേക്കാളും കുറച്ചുകൂടെ റിസ്കിയർ ആയിരിക്കും, ഡെപ്റ്റിനേക്കാളും കുറച്ച് കൂടി എക്സ്പെൻസീവ് ആയിരിക്കും. ഇനി നമുക്കിത് നോക്കാം. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. എന്തൊക്കെയാണ് ഇത്? ഹൈബ്രിഡ് മോഡലാണെന്ന് പറഞ്ഞു. ബോണ്ടായിട്ട് ഇതിന് എന്തൊക്കെയാണ് കണക്ഷൻ? ഇക്വിറ്റി ആയിട്ട് എന്തൊക്കെയാണ് കണക്ഷൻ? ഇക്വിറ്റിയുടെ എന്തൊക്കെ സ്വഭാവങ്ങളാണ് പ്രിഫേർഡ് ഷെയർ ക്യാപിറ്റലിന് വരിക? ബോണ്ടിൻ്റെ എന്തൊക്കെ സ്വഭാവങ്ങളാണ് പ്രിഫേർഡ് ഷെയർ ക്യാപിറ്റലിന് വരിക? ഈ ഒരു കാര്യം നോക്കാം. ആദ്യത്തെ കാര്യം, ബോണ്ടുമായിട്ട് ബന്ധം. ഡെപ്റ്റിന് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല, അതുപോലെ തന്നെ പ്രിഫേർഡ് ഷെയർ ക്യാപിറ്റൽ അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല. കോമൺ സ്റ്റോക്ക് ആണെങ്കിൽ മാത്രമേ ഡിസിഷൻ മേക്കിങ്ങിൽ പങ്കുചേരാൻ പറ്റൂ. മനസ്സിലായോ? വോട്ടിംഗ് റൈറ്റ്സ് കിട്ടുള്ളൂ. പ്രിഫേർഡ് ഷെയർ ക്യാപിറ്റലിന് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല. സോ ദാറ്റ് സിമിലർ ടു ബോണ്ട് അഥവാ ഡെപ്റ്റ് ക്യാപിറ്റൽ. അടുത്തത് ഫിക്സ്ഡ് ഡിവിഡൻഡാ ലൈക്ക് ഇൻട്രസ്റ്റ്. ഫിക്സ്ഡ് ഡിവിഡൻഡാന്നാ പറഞ്ഞേ, മാൻഡേറ്ററി പേയ്മെൻ്റ് അല്ല. ഡിവിഡൻഡ് കൊടുത്തേ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ഡിവിഡൻഡ് കൊടുത്തേ പറ്റൂ. ഇൻട്രസ്റ്റ് ആണെങ്കിലോ മാൻഡേറ്ററിയാ, എല്ലാ വർഷവും കൊടുത്തിരിക്കണം. അതുപോലെ മാൻഡേറ്ററി അല്ല, ഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എല്ലാ വർഷവും ഒരേ ഡിവിഡൻഡ് ആയിരിക്കും കിട്ടുക. ഇപ്പോൾ ഒരു 1000 വേണമെങ്കിൽ ബോണ്ടായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഒരു 8% നമുക്ക് കിട്ടും. എല്ലാ വർഷവും ഒരു 80 വെച്ച് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ബോണ്ടിനാണെങ്കിൽ ഇതേ സമയം പ്രിഫേർഡാണ് എടുക്കുന്നതെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ റിട്ടേൺ കിട്ടും. ഒരു 10% പിടിച്ചോ, 100 എന്നുള്ള ഡിവിഡൻഡ് കിട്ടും. ഇത് ഫിക്സ്ഡ് ആടാ. എല്ലാ വർഷവും ഈ 100 കിട്ടുള്ളൂ. ക്യാപിറ്റൽ കൂടുതലുണ്ട് എന്ന് പറഞ്ഞ് പ്രോഫിറ്റ് കൂടുതലുണ്ട് എന്ന് പറഞ്ഞ് കൂടുതൽ ഡിവിഡൻഡ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. മനസ്സിലായോ? ഫിക്സ്ഡ് പേയ്മെൻറ്റാ. അവർക്ക് ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും 100, ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് ആയിരിക്കും. കണ്ടോ, ഡിവിഡൻഡ് ഈസ് ബേസ്ഡ് ഓൺ പാർ വാല്യൂ. ഒരു പെർസെൻറ്റേജാ. പാർ വാല്യൂ
1000 ആണെങ്കിൽ അതിൻ്റെ 10% എന്നുള്ള ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജാണ്. എല്ലാ വർഷവും 100 വെച്ചായിരിക്കും കിട്ടുന്നുണ്ടാവുക. അതാണ് ബോണ്ടിനും അങ്ങനെയല്ലേടാ, ബോണ്ടിനും അങ്ങനെ തന്നെയല്ലേ. 1000 എന്നുള്ള ഒരു പാർ വാല്യൂവിൻ്റെ പുറത്ത് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ടുള്ള 8%. അതുപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. വോട്ടിംഗ് റേറ്റ് ഉണ്ടാവില്ല, ഫിക്സ്ഡ് ആയിട്ടുള്ള പേയ്മെൻ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. ആ ഡിവിഡൻഡ് പെർസെൻറ്റേജ് കണക്കിലാണ് നോക്കുക. പാർ വാല്യൂയുടെ ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാണ് നമ്മൾ നോക്കുക. ഇനി അടുത്തത് പ്രയോറിറ്റി ഓവർ കോമൺ ഷെയർ ഹോൾഡേഴ്സ് ഇൻ ലിക്വിഡേഷൻ. പ്രയോറിറ്റി ഓവർ കോമൺ ഷെയർ ഹോൾഡേഴ്സ് ഇൻ ലിക്വിഡേഷൻ. ലിക്വിഡേഷൻ്റെ സമയത്ത് ആദ്യം സെറ്റ് ഓഫ് ചെയ്ത് വിടുക ഡെപ്റ്റ് ആയിരിക്കും, രണ്ടാമത് സെറ്റ് ഓഫ് ചെയ്യുക പ്രിഫറൻസ് ഷെയർസ് ആയിരിക്കും, ലാസ്റ്റേ ആരെ പരിഗണിക്കുള്ളൂ, കോമൺ സ്റ്റോക്കിനെ ലാസ്റ്റേ പരിഗണിക്കുള്ളൂ. സോ ഡെപ്റ്റിനാണെങ്കിലും ശരി പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനാണെങ്കിലും ശരി എന്താണ്, കോമൺ സ്റ്റോക്കിനേക്കാളും പ്രിഫറൻസ് കൂടുതൽ കിട്ടും. രണ്ടിൻ്റെയും ഒരുപോലെ വരുന്ന കാര്യമാണ്. കോമൺ ഷെയർ ഹോൾഡേഴ്സിനേക്കാളും പ്രിഫറൻസ് കൂടുതൽ കിട്ടും ലിക്വിഡേഷൻ്റെ സമയത്ത്, ഡെപ്റ്റിനാണെങ്കിലും പ്രിഫേർഡ് ഷെയർ ക്യാപിറ്റലാണെങ്കിലും. ലാസ്റ്റായിട്ട് അവർ പറയുന്ന സിമിലാരിറ്റി എന്ന് പറയുന്നത് ഡെപ്റ്റിൻ്റെ ബോണ്ടിൻ്റെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് വേണമെങ്കിൽ കോൾ ചെയ്യാൻ പറ്റും. കോൾ ചെയ്യുന്ന എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ നമുക്ക് റീപർച്ചേസ് ചെയ്തെടുക്കാം, മെച്യൂരിറ്റി ആവുന്നതിന് മുമ്പ് തന്നെ റീപർച്ചേസ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ കൺവേർട്ടബിൾ ആയിരിക്കും. ഈ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനെ നമുക്ക് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇത് ബോണ്ടിൽ നമ്മൾ പഠിച്ചായിരുന്നു. കൺവേർട്ടബിൾ ആണ്, കോളബിൾ ആണ്, പുട്ടബിൾ ആണെന്നൊക്കെ. സോ ബോണ്ടിൻ്റെ അതുപോലത്തെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് കൂടി ആർക്ക് വരുന്നുണ്ട്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ബോണ്ടിൻ്റെ സ്വഭാവങ്ങൾ. വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല, ഫിക്സ്ഡ് ഡിവിഡൻഡ് ആണ്, ഇൻട്രസ്റ്റ് പോലെ ഫിക്സ്ഡ് എല്ലാ വർഷവും സെയിം സാധനം കിട്ടുന്നുള്ളൂ. പിന്നെ ഡിവിഡൻഡ് ഒരു പെർസെൻറ്റേജ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്, പാർ വാല്യൂവിൻ്റെ ഒരു പെർസെൻറ്റേജ് ആയിട്ട്. ലിക്വിഡേഷൻ്റെ സമയത്ത് ബോണ്ടിനുള്ള പോലെ തന്നെ കോമൺ ഷെയർ ഹോൾഡേഴ്സിനേക്കാളും പ്രിഫറൻസ് കൂടുതൽ കിട്ടും. ആൻഡ് കുറച്ച് ഫീച്ചേഴ്സും ഉണ്ട്. ഈ കോളബിൾ കൺവേർട്ടബിൾ എന്ന് പറയുന്ന പോലെ കുറച്ച് ഫീച്ചേഴ്സും ഉണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് കോമൺ സ്റ്റോക്കുമായിട്ടുള്ള ബന്ധം. ഇതുവരെ നമ്മൾ പറഞ്ഞ 5 എണ്ണം എന്തായിരുന്നടാ, ഡെപ്റ്റുമായിട്ടുള്ള ബന്ധം, ഡെപ്റ്റുമായിട്ട് എങ്ങനെയൊക്കെയാണ് സിമിലർ എന്നാ. ഇനി നോക്കുന്നത് കോമൺ സ്റ്റോക്ക് ആയിട്ട് എങ്ങനെയൊക്കെയാണ് സിമിലർ, കോമൺ സ്റ്റോക്ക് ആയിട്ട് എങ്ങനെയൊക്കെയാണ് സിമിലാരിറ്റി വരുന്നത്. ഒന്ന്, ഡിവിഡൻഡ് കിട്ടണം എന്നുള്ളത് നിർബന്ധമല്ല, ബോർഡ് ഡിക്ലെയർ ചെയ്താലേ കിട്ടുള്ളൂ. ഇത് കോമൺ ഷെയർ ഹോൾഡേഴ്സിനും അങ്ങനെയല്ലേ, ഡിവിഡൻഡ് കിട്ടുക എന്നുള്ളത് മാൻഡേറ്ററി ഒന്നുമല്ല. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇഷ്യൂ ചെയ്യാം, ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിവിഡൻഡ് പേ ഔട്ട് ചെയ്യാം എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ, ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഡിവിഡൻഡ് കിട്ടൂ. അത് കോമൺ സ്റ്റോക്ക് ആണെങ്കിലും ശരി പ്രിഫേർഡ് സ്റ്റോക്ക് ആണെങ്കിലും ശരി, ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിലേ ഡിവിഡൻഡ് കിട്ടുള്ളൂ. അടുത്ത പറയുന്നു നോ ബാങ്ക്രപ്സി റിസ്ക് ഇഫ് ഡിവിഡൻസ് നോട്ട് പെയ്ഡ്. ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കടാ, നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു അല്ലെങ്കിൽ ബോണ്ട് ഇഷ്യൂ ചെയ്തു, എന്നിട്ട് അതിന് പേ ചെയ്യേണ്ട ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്തില്ലെങ്കിൽ ബാങ്കിന് നമുക്കെതിരെ കേസ് കൊടുക്കാം. നമ്മുടെ ഒബ്ലിഗേഷനാണ്. ഇവിടെ അങ്ങനെയൊന്നുമില്ല, നമ്മളെ പാപ്പരായിട്ട് പ്രഖ്യാപിക്കുന്ന ബാങ്ക്രപ്റ്റ് ആയി പോകുന്ന അങ്ങനത്തെ റിസ്ക് ഒന്നുമില്ല. പ്രോഫിറ്റിലാണെങ്കിൽ കൊടുത്താൽ മതി, കോമൺ സ്റ്റോക്കും അല്ല തന്നെ പ്രോഫിറ്റിലാണെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഇഫ് ഡിവിഡൻഡ് പേ ചെയ്തിട്ടില്ലെങ്കിൽ ബാങ്ക്രപ്സി ഡിക്റ്റ് ഒന്നുമില്ല. ഇനി അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് നോൺ ഡിഡക്റ്റബിളാണ്, ടാക്സ് ഡിഡക്റ്റബിൾ അല്ല. ഇൻട്രസ്റ്റ് ആണെങ്കിൽ ബോണ്ടിന് പേ ചെയ്യുന്നത് എന്തായിരുന്നു, ബോണ്ടിന് നമ്മൾ പേ ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നടാ, ബോണ്ടിന് നമ്മൾ പേ ചെയ്തുകൊണ്ടിരുന്നത് ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇൻട്രസ്റ്റ് എന്നുള്ളത് ടാക്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ടാക്സ് പേ ചെയ്യുന്നത് ഇൻട്രസ്റ്റ് പേ ചെയ്ത് കഴിഞ്ഞുള്ള പ്രോഫിറ്റിലാണ്. ടാക്സ് നമ്മൾ പേ ചെയ്യാൻ പോകുന്നത് ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റിലാണ്. സോ നമുക്കൊരു ടാക്സ് സേവിങ് കിട്ടും. ബട്ട് ഡിവിഡൻഡ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇൻട്രസ്റ്റ് ഒക്കെ പേ ചെയ്ത് കഴിഞ്ഞ് ടാക്സും പേ ചെയ്ത് കഴിഞ്ഞ് എന്നിട്ട് ബാക്കിയുള്ളതിൽ നിന്നാണ് ഡിവിഡൻഡ് പേ ചെയ്യുക. സോ ഡിവിഡൻഡ് നോൺ ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ അത് കോമൺ സ്റ്റോക്കുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കും. ലാസ്റ്റ് പോയിന്റ്, ലിക്വിഡേഷൻ്റെ സമയത്ത് ബോണ്ട് ഹോൾഡേഴ്സിൻ്റെ താഴെയാണ് ഇവരുടെ വാല്യൂ. ബോണ്ട് ഹോൾഡേഴ്സിൻ്റെ താഴെ ഈ ഒരു ഓർഡർ ഞാൻ വീണ്ടും പറഞ്ഞു. ഡെപ്റ്റിന് ഫസ്റ്റ് പ്രിഫറൻസ്, സെക്കൻഡ് പ്രിഫറൻസ് പ്രിഫേർഡിന്, തേർഡ് പ്രിഫറൻസ് ആണ് കോമൺ സ്റ്റോക്കിന് വരിക. സോ ഡെപ്റ്റിൻ്റെ അത്രയും പ്രിഫറൻസ് ഇല്ല, കോമൺ സ്റ്റോക്കിനെക്കാളും പ്രിഫറൻസ് ഉണ്ട്. ജൂനിയർ ടു ബോണ്ട് ഹോൾഡേഴ്സ് ആണ്, സീനിയർ ടു കോമൺ സ്റ്റോക്ക് ഹോൾഡേഴ്സ് ആണ് ലിക്വിഡേഷൻ്റെ സമയത്ത്. ഇത്രയുമാണ് കോമൺ സ്റ്റോക്കിൻ്റെ ഇതുമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്.
കോമൺ സ്റ്റോക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പ്രിഫേർഡ് ഷെയർ ക്യാപിറ്റലിൻ്റെ കേസ്. പ്രിഫേർഡ് ഷെയർ ക്യാപിറ്റൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഹൈബ്രിഡ് സെക്യൂരിറ്റി എന്നാണ് വിളിക്കുന്നത്. രണ്ടിൻ്റെയും സ്വഭാവ സവിശേഷതകൾ വരുന്നുണ്ട്. ഇതൊന്നുമില്ലടാ, ഡെപ്റ്റുമായിട്ടാണ് ഇതിന് കൂടുതൽ ബന്ധം. ഒരു 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ ആയിട്ടും ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. ബട്ട് ബോണ്ടിനെക്കാളും കുറച്ചുകൂടെ റിസ്കിയർ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ റിട്ടേൺ കിട്ടും. അത്രേ ഉള്ളൂ. ഫിക്സ്ഡ് ഇൻട്രസ്റ്റിന് പകരം പേ ചെയ്യുന്നത് ഡിവിഡൻഡ് ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? ബോണ്ടുമായിട്ടുള്ള 5 സിമിലാരിറ്റീസ് പഠിച്ചു. കോമൺ സ്റ്റോക്ക് ആയിട്ടുള്ള 4 സിമിലാരിറ്റീസും കൂടെ പഠിച്ചു. ഇതൊരു ചെറിയ വീഡിയോയാണ്. ഇതിൽ നമുക്ക് ഇത്രയും മതി. അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ പറയുന്ന ടോപ്പിക്ക് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രിഫേർഡ് ഷെയർസ്. എന്തൊക്കെയാണ് പ്രിഫേർഡ് ഷെയർസിൻ്റെ സ്വഭാവ സവിശേഷതകൾ? ബോണ്ടിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് പഠിച്ച പോലെ തന്നെ പ്രിഫേർഡ് ഷെയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. സോ ഈ വീഡിയോ ഇത്രയും മതി. ലെങ്ത് കൂട്ടി പോകുന്നില്ല. ഈ വീഡിയോ ഇവിടെ തീരട്ടെ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് കൺസിഡർ ചെയ്യാം. സോ എല്ലാവരും അടുത്ത വീഡിയോയിലേക്ക് പോകും.